ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷം. കേന്ദ്രപ്പാറ ജില്ലയിലെ പട്ടാമുണ്ട് ആശ്രമ സ്കൂളിലെ 300-ലധികം വിദ്യാർത്ഥികൾ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു. ബ്രഹ്മണി നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ സ്കൂൾ ക്യാമ്പസ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വൈതാരണി, സലാന്തി നദികൾ കരകവിഞ്ഞൊഴുകുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, ഒഡീഷയിൽ പ്രളയക്കെടുതി ഭയങ്കര രൂക്ഷമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 300-ലധികം വിദ്യാർത്ഥികൾ ഒറ്റപ്പെട്ടു എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? അവിടുത്തെ അവസ്ഥ എന്താണ്? അവൻ ഒഡീഷയിൽ അതിശക്തമായ മഴ ഏതാനും ദിവസങ്ങളായി തുടരുകയാണ്. ഇതാണ് ഈ റംഗാലി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുവാൻ വേണ്ടിയുള്ള കാരണം. ഈ ഷട്ടറുകൾ ഉയർത്തിയതോടെ ഈ നദിയിൽ, ബ്രഹ്മണി നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയായിരുന്നു. ഈ സ്കൂളിലേക്ക് പോകുന്ന റോഡിലും അതേപോലെ തന്നെ സ്കൂളിൻ്റെ പരിസരങ്ങളിലുമൊക്കെ തന്നെ വെള്ളക്കെട്ട് കൂടുതലായി നിറഞ്ഞിരിക്കുകയാണ്. കേന്ദ്രപ്പാറയിലെ പട്ടാമുണ്ട് കുൽഹാസി ആശ്രമ സ്കൂളിലേക്കാണ് വെള്ളം കൂടുതലായി എത്തിയിരിക്കുന്നത്. അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. ഏതാണ്ട് 300-ലധികം വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ ഈ വിദ്യാർത്ഥികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് സ്കൂളിൻ്റെ തന്നെ 2ാം നിലയിലേക്ക് വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ സാധനങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഒക്കെ തന്നെ കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കുന്നത്. മാത്രമല്ല സൗജന്യമായ കമ്മ്യൂണിറ്റി കിച്ചണും ഈ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തുടരുന്നൊരു സാഹചര്യത്തിൽ അവിടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കൂടാതെ വൈതാരണി, അതേപോലെ തന്നെ സലാന്തി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇതും സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധികൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 400-ലധികം ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം വരും ദിവസങ്ങളിലും ഒഡീഷയിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്തെ 11 ജില്ലകളെ ഈ പ്രളയം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ, റെസിഡൻഷ്യൽ സ്കൂളിൽ കുടുങ്ങിയ ഒരവസ്ഥയും ഇപ്പോൾ പുറത്തു വരുന്നത്. അമൻ, വ്യക്തമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 300-ലധികം വിദ്യാർത്ഥികൾ ഒറ്റപ്പെട്ടുവെങ്കിലും അവർ സുരക്ഷിതരാണെന്ന ആശ്വാസകരമായ വാർത്തയാണ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്.